കണിക്കൊന്ന് കിട്ടി ചക്കയുടെ കിട്ടാൻ കേട്ടാ. ഈ ചക്ക കണിക്ക് മെയിനാ. അതെ, ഈ ചക്ക മതിയായിരിക്കുമല്ലോ അല്ലേ? ഈ ചക്ക മതി, പക്ഷേ കണിക്കൊന്നൊക്കെ ഞാനല്ല പറിച്ചേ, നീ അത് പോയി പറിക്ക്. വെക്കണല്ലേ അങ്ങനെ എല്ലാം സെറ്റായി. പിന്നെ സെറ്റല്ലേ, നാളെ നമ്മൾ കണി വെക്കുന്നു, ഐശ്വര്യം മുന്നോട്ട് വരുന്നു. അതെ, വീടിന് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് ആ മുന്തിരിങ്ങ മോഷ്ടിക്കാൻ വരാൻ വേണ്ടിയാണ്. അത് അത്ര റിസ്ക് ആയിരുന്നു. അല്ല, അവന്മാരിനി നമ്മളെ പിടിക്കാൻ. ഞാൻ നിന്നെ മോന്ത കവർ ചെയ്തുകൊണ്ടേ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ നീ അങ്ങ് സ്വയം രക്ഷപ്പെട്ടിട്ട് എന്നെ കള്ളനാക്കാൻ വേണ്ടിട്ടായിരുന്നല്ലോ. അല്ല, അങ്ങനൊന്നും വിചാരിക്കണ്ട. നമുക്ക് നാളെ കണി കാണണം. കണി വെച്ചവരെ ഞെട്ടിക്കണം. ഞെട്ടിക്കും പിന്നല്ല. അപ്പൊ ഇന്നത്തെ കണി സെറ്റ്. ഈ പുള്ളി എന്താ ഹാപ്പി വിഷ്. അഡ്വാൻസ്. ഇതൊക്കെ എന്നതാ? ഇത് ചക്ക, ഇത് കണിക്കൊന്ന, മാങ്ങ, കുറച്ച് തേങ്ങ, മാങ്ങ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റം. എന്നത്തിന് കണി വെക്കാൻ. എവിടെ? വിഷു ഇവിടെ അല്ലാണ്ട് ഇപ്പൊ വേറെ ഉണ്ടാക്കിയാണ്. ഈ വീട്ടില എന്തോ ഈ വീട്ടിൽ വെക്കാൻ പറ്റും? ഇതൊന്നും നടക്കത്തില്ല. ഈ വീടിന് ഇതൊന്നും ശീലമില്ല. അല്ല, അത് ക്ലാര ആന്റി ഓക്കെ പറഞ്ഞല്ലോ. ക്ലാരാൻറ്റി പറയുന്ന കാര്യമല്ലല്ലോ. ഈ വീടിന്റെ ഗൃഹനാഥൻ ഞാനാ. ഞാൻ കൂടി സമ്മതിക്കണം. ഇവിടെ ശരിയാവത്തില്ല. ഇവിടെ ഈ കണിയും കിണിയൊന്നും വേണ്ട. നമ്മളൊക്കെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിട്ട്. എനിക്ക് ആ ഐശ്വര്യം വേണ്ട. വീടിന് ഐശ്വര്യം ഐശ്വര്യം കൊണ്ട് വന്നിരിക്കുന്നു. നമ്മളത് ക്ലാരാൻറ്റി നമ്മളടുത്ത് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു. അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് സാധനങ്ങൾ മേടിച്ചല്ലേ. കഷ്ടപ്പെട്ട് മേടിച്ചെങ്കിൽ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കണി. അല്ല, ഞങ്ങളിവിടെ തൽക്കാലം ഇവിടെ ചക്കെടുത്ത് തറക്കടിക്കും ഞാൻ ഇവിടെ. നിന്നെയൊക്കെ ഇവിടെ താമസിപ്പിക്കുന്നത് തന്നെ വലിയ കാര്യം. പിന്നെ അവൻ കടിയും കിണിയും. നമുക്ക് ക്ലാരാൻറ്റി ചോദിച്ച് ഞങ്ങൾ ക്ലാരനോട് ചോദിക്കട്ടെ. ഞങ്ങൾ ചോദിച്ചിട്ട് വരാം. ഞങ്ങൾ ഐശ്വര്യം കൊണ്ട് വരണം കേട്ടോ. തരാം. ചോദിക്കലൊന്നുമല്ല, അന്തിമ തീരുമാനം എന്റേത് തന്നെയാ. അവന്റെ ഒരു കണി. ഇനി പടക്കം ശരിയായിട്ടുണ്ടാവും. എന്നാ പൊട്ട ആന്റി, ക്ലാരാൻറ്റി, ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങള് കണി വെക്കാൻ വേണ്ടിയാണ് കാശ് കൊടുത്ത് ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചത്. വർഗീസ് പറയാണ് വെക്കണ്ടാന്ന്. വെക്കണ്ടാന്ന്. അല്ല, ഈ വീട്ടിൽ എങ്ങനൊന്നും നടക്കത്തില്ലെന്നും ഐശ്വര്യം ഒന്നും വേണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അതെ അല്ലേ, അതെന്നാ കളിയാ? ഞാനല്ലേ നിങ്ങളോട് വെച്ചോളാൻ പറഞ്ഞത്. ക്ലാരാൻറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ എത്ര രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ടോ വന്നെന്ന് അറിയോ? അല്ലേ, അത് ഞാൻ അങ്ങനെ വെക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കാതിരിക്കുവോ? അല്ല, ഞാനല്ലേ നിങ്ങളോട് വെച്ചോളാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അങ്ങ് വെക്കണം. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അതിയാനല്ല, ഞാനാ. എന്റെ വാക്കിനാ ഇവിടെ വില. പറഞ്ഞു. അപ്പൊ ക്ലാര അവളെ പള്ളി പോയി പറയാൻ പറഞ്ഞു. അല്ല, ഈ വീട്ടിലെ ഗൃഹനാഥൻ അങ്ങനാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങേരുടെ വാക്കിന് ഇവിടെ വിലയുള്ളത്. അത് വെറുതെ പേരിന്. റേഷൻ കാർഡിൽ ആരാ? ഈ ക്ലാരയാ. അപ്പൊ ഇവിടെ വില ആർക്കാ? എനിക്കാ. ഞാൻ പറയുന്നതേ ഇവിടെ നടക്കത്തുള്ളൂ. ഞാൻ നിങ്ങളോട് വെക്കാൻ പറഞ്ഞോ? നിങ്ങൾ പോയി വെക്കി. അല്ലേ, ഇതൊന്നും എനിക്ക് അറിയണമല്ലോ. ആഹാ, അവിടെ നിൽക്കും മക്കളെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. അതിയാനെ കൊണ്ട് ഞാൻ ഇന്ന് പ്രശ്നം പണിപാടി. പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവണം. നായകർ തല്ല് കിട്ടിക്കോട്ടെ അല്ലേ, ഒരു കൈനീട്ടത്തിന്. അല്ല, പടക്കം പൊട്ടിക്കലിന് ഒരു കുറവ് വരണ്ടല്ലോ. അത്രേ ഉള്ളൂ. കുറച്ചിട്ടിരിക്കട്ടെ. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ്. എടാ, കത്തിക്കണ്ടേ? കത്തിക്കണ്ടേ? എന്താ പ്രമേയത്തില് ചാത്തന്റെ വിളക്ക് രാവിലെ കത്തിക്കാനായിട്ട്? രാവിലെ കത്തിച്ചാ മതി. അപ്പോഴല്ലേ നമ്മൾ കണി കാണിക്കുന്നുള്ളൂ. ശരിയാ, ഞാനേ പെട്ടെന്ന് ഇങ്ങനെ ബുദ്ധി കൂടിയന്റെ. എടാ, ഇനി മറ്റേ പുള്ളിയാൻ ഇനി മറ്റേ അല്ല അതമുണ്ടാക്കൂ. പുള്ളിയാൻ ഒതുങ്ങിയ പോലെ തോന്നുന്നില്ല. കാരണം ക്ലാരാൻറ്റി നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. ആളിനി മിണ്ടത്തില്ല. ആളെ ഒതുങ്ങിയിട്ടുണ്ട്. വലിയ മൈൻഡും തന്നില്ല. വലിയ അതെ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൂടുതൽ എന്തെങ്കിലും അഭ്യാസം ഇറക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇടി കൊടുക്കും. ഉറപ്പല്ല. അതിനുള്ള ബുദ്ധി വിവരം നയിക്കില്ല. വേറെ കാര്യം. എല്ലാം അടിപൊളിയല്ലേ? എല്ലാം സെറ്റാണ്. ക്ലാരാൻറ്റി രാവിലെ അവരെ വിളിക്കൂലേ? എടാ, നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് അവരെ ഒന്ന് വിളിച്ചാൽ മതി. ഒരു 4:30 ആകുമ്പോ നമുക്ക് വിളിച്ചാൽ ഓക്കെ. രാവിലെ ഒരു റീൽ എടുക്കണം കൊണ്ടോടാ അതിന്റെ. അതാണ് ഇമ്പോർട്ടന്റ്. നാളെ എണീക്കാൻ മാർക്കല്ലേ കേട്ടാ. അപ്പൊ സെറ്റ്. അലാറം വെക്കണം. സെറ്റ്. ഓക്കെ, വാ. ഒരു കാര്യം മറന്നുവേടാ. എന്താടാ? അതെ, നമ്മള് തിരികെത്തിച്ചിട്ടില്ല. ആരും കണ്ണുറക്കരുതേ. കണ്ണുറക്കല്ലേ, ചെറിയ പരിപാടിയുണ്ട്. ഞാൻ തുറന്നിട്ടേ കത്തിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യാം. എടാ, കണ്ണൂർന്ന് നോക്കടാ. തുറക്കട്ടെ.
കൃഷ്ണാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ വർക്കിച്ചനാണല്ലോ. വർക്കിച്ചോ ഇവിടെ വർക്കിച്ച എനിക്കൂടെ അങ്ങോട്ട്. എന്റെ ഈ വർഷം പോയി. ഇയാളെ ഞാൻ ഇന്ന് നല്ലൊരു വിഷുവായിട്ട് കോളാക്കല്ലേ ആന്റി. പിന്നെ വിഷു ആയിപ്പോയി. ഇല്ലെങ്കിൽ ഇയാളെ ഞാൻ ചവിട്ട് കൂട്ടിയേനെ. അത് ഇന്നലെ രാത്രി വിശന്നപ്പോ എന്നാ വിശപ്പാ. വൈകുന്നേരം ഒരു 4 കഷ്ണം കപ്പയും കൂടി കൂടുതൽ കഴിക്കണമായിരുന്നു. എന്നാ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. ഇനിയിപ്പം അടുക്കളയിൽ ഒന്ന് ഉണ്ടാവും നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും. ഒന്നുമില്ലേ, ഇതിലുണ്ടാവും. ഇനി എന്നായിരുന്നു ചെയ്യും? മനുഷ്യനെ ഉറക്കവും പോയി. അല്ല യക്ഷന് വന്നുകൊണ്ട് പുല്ല്. ക്ലാരനൊന്ന് വിളിച്ചു നോക്കിയാല? വേണ്ട, അവൾ തെറി പറയും. അത് വേണ്ട. അയ്യോ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇതെന്ത് ഇവള് പച്ചക്കറി ഇവിടെ വെച്ച് പോയത്? ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി കാണും. കൊണ്ടല്ല. ഓ, ഇത് അവന്മാര് വിഷിക്കണി വെക്കാൻ വേണ്ടിയിട്ടാണ്. കൃഷ്ണ സോറി, നിങ്ങൾക്ക് എന്തിനാ ഫ്രൂട്ട്സ്? ഇനി നാളെ ഇതൊക്കെ ഞാൻ തന്നെ തിന്നു തീർക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഭർത്താവ് കൂടെയുണ്ട്. കഴിച്ചപ്പോ വിശപ്പ് മാറിപ്പോ ഉറങ്ങിപ്പോയതാ. ക്ഷമിക്കണം. ഹാപ്പി വിഷു. അല്ല നമ്മള് ഇപ്പൊ കൃഷ്ണനെ കണ്ടല്ലോ. അതെ, നമുക്ക് ഒന്നുകൂടെ കണ്ണടച്ചിട്ട് ഒരു ഹാപ്പി വിഷു പറയാം. എന്തായാലും സെറ്റ് ആക്കാം. നീ ഇപ്പൊ കണ്ണടയ്ക്കുന്ന എന്തിനാ? അല്ലാതെ പറഞ്ഞൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു രീതി. അല്ല, ഒന്നും കൂടെ കണ്ണടക്ക. ഈ ഒരു രൂപം മനസ്സിന്ന് മാഞ്ഞു പോട്ടെ. അല്ല, ഒന്നുകൂടെ വാ ഇങ്ങോട്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരാ. ഇവിടെ ഇല്ലേ? അത് ഹാപ്പി വിഷു പറഞ്ഞോളാം. എല്ലാരും ഒന്ന് കണ്ണടച്ചിട്ട്. റെഡി? 3, 2, 1 ഹാപ്പി വിഷു.